ഈ സമയത്ത് അതായത് ഒരുപാട് വലിയ ചിത്രങ്ങളോടൊപ്പം മത്സരം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പടങ്ങളും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതൊരു ആന്തോളജി ഫിലിമാണ്. 5 പടങ്ങളുണ്ട്. ആ 5 പടങ്ങളും 5 മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. അതായത് നമുക്ക് തുടക്കത്തിലെ കുറച്ച് ആകാംക്ഷയും ടെൻഷനൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവസാനം വന്നപ്പോൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് പുതുമുഖങ്ങളെ, അതായത് നമ്മൾ ഇത് കണ്ടവരും കാണാത്ത ഒരുപാട് പുതുമുഖങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതായത് അവരൊന്നും അഭിനയിക്കുന്നില്ല, ആ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചു. അതിൻ്റെ സംവിധായകന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും കഴിവുകളുള്ള ഒരുപാട് പേര്, അറിയപ്പെടാതെ കിടന്ന ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് കൊണ്ടുവന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് അദ്ദേഹം കാണിച്ച ആ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കാറിയാൻ പറ്റില്ല. നല്ല സബ്ജക്റ്റാണ്. ഓരോ സബ്ജക്റ്റും വ്യത്യസ്ത പുലർത്തുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഒരു ആൻഡോളജിക്കൽ മൂവിയാണ്, ഒരു സൈക്കോളജിക്കൽ മൂവിയാണ്. കാരണം 5 സുന്ദരികൾക്ക് ശേഷം ഒരു 5 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥ പറഞ്ഞു സിനിമയാണ്. ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾ. ചേട്ടൻ എങ്ങനെയാണ് ഈ പടത്തിലേക്ക് എത്തിയത്? കോമഡി സ്റ്റാറിലേക്ക് കണ്ടിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ കുറച്ചായി, ഒരു 10 വർഷത്തോളമായി ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പരിപാടികൾ. പറക്കുന്നില്ല സിനിമ പോലെ തോന്നിയോ? ക്ലൈമാക്സിൽ ചേട്ടൻ നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഒരു പുതുമ പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് സിനിമയാണ്. നല്ല തിയേറ്ററിൽ പോയി കാണുക. നല്ല മലബാർ ടൈൽസ് ഗംഭീരമാണ്. തീർച്ചയായിട്ടും പെരേര ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇന്ന് തന്നെ വേറെയും സിനിമകൾ റിലീസുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു പ്രേക്ഷകരുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു ചെറിയ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ആ മനസ്സിന് തീർച്ചയായിട്ടും താങ്ക് യു അറിയിക്കുകയാണ്. അനിൽ കുഞ്ഞപ്പൻ. അല്ല, 5 കഥയായിട്ട് എടുത്തു. അത് ഒരു മിക്സ് ചെയ്യേണ്ട തന്നെ വിചാരിച്ചു. കാരണം 5 ഡിഫറെന്റ് കഥയാണ്. അതിലൊരു മെസ്സേജിങ് ഉണ്ട്. അല്ല, അതാണ് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ആദ്യം ഒരു ഇമോഷണൽ സബ്ജക്ട്സ് എടുത്തിട്ട് ഫിനിഷിങ് ഒരു കോമഡി സബ്ജക്ട്, ആ കോമഡിയിലും ലാസ്റ്റ് ഒരു ഇമോഷൻ കൊണ്ടുവരാം. അതൊക്കെ സക്സസ്. എനിക്ക് തോന്നുന്നു അതൊരു ചാലഞ്ച് ആയിരുന്നു. ബട്ട് ഐ ലവ് ദാറ്റ് ചാലഞ്ച്. പുതുമുഖങ്ങളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഒരു എന്താ സപ്പോർട്ട് ചെയ്യാന്ന് നമുക്ക്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രദീപ് പറയാം, ഉഗ്രം പടം, ഒന്നും പറയാനില്ല. 5 കഥയും വ്യത്യസ്തമാണ്. വളരെ കയ്യിറക്കത്തോടുകൂടി നല്ല രീതിയിൽ ചെയ്ത അഭിനേതാക്കളൊക്കെ പുതുമുഖങ്ങളാണെങ്കിലും അവരെല്ലാവരും ഇപ്പോൾ അതിൽ അമ്മ വേഷം ചെയ്ത ഇതിലുള്ള ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഡയറക്ടർ സാറിൻ്റെ മോളാണ്. സോ ഈ പ്രൊജക്റ്റിൽ അസോസിയേറ്റും ആയിരുന്നു ആൻഡ് എഡിറ്റർ ആയിരുന്നു. പിന്നെ 2 സ്റ്റോറീസിൽ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പർദയിലും പിന്നെ ഒന്ന് ബ്രേക്കപ്പിൽ ശിവരാജിന്റെ കൂടെയാണ് ചെയ്തത്. ആൻഡ് പർദയിൽ ആർദ്രയുടെ കൂടെയാണ് ചെയ്തത്. അതെ അതെ, നോട്ട് നെസസറിലി. ഞാൻ ആക്ച്വലി പൂനെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കുറേ ഉണ്ട്. അവിടെ കുറേ മോസ്റ്റ് ലൈക്ലി എനിക്ക് ഇനിയും എഡിറ്റ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. 2 ആഗ്രഹമുണ്ട്, സംവിധായകൻ ആഗ്രഹം, എഡിറ്റർ. സോ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി. എനിക്ക് ആക്ച്വലി കിട്ടിയതാണ്, ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതാണ്. നമ്മുടെ ചെറിയൊരു പ്രൊജക്റ്റിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ആഗ്രഹം വരുന്നത് തന്നെ അവിടെയാണ്. എക്സാക്ട്ലി, ആ സമയത്താണ് തോന്നുന്നത്. ഇറ്റ് ഇസ് കണ്ടന്റ് ഡ്രിവൻ ആണ്. അച്ഛനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ബേസ്ഡ് റൈറ്ററാണ്, ഡയറക്ടറാണ്. അപ്പോൾ ഐ എം ഷുവർ ദാറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അതെ അതെ, പക്ഷേ ഒട്ടും പുതുമുഖങ്ങളാണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെ മികച്ച അഭിനയം തന്നെ താങ്കളടക്കം കാഴ്ചവെച്ചു. ആൻഡ് ഐ ഹോപ്പ് എല്ലാ മ്യൂസിക്സും സോങ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി. ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് എന്തായാലും പറയാൻ പറ്റും, ഇറ്റ്സ് ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ഫിലിം. സോ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുന്നതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയാം. താങ്ക് യു. നന്നായി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ട്? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടെന്ന് പറയും. കണ്ടില്ലേ? കാണാൻ പോകുന്നേ ഉള്ളൂ. നന്നായിരുന്നു. പാട്ട് എഴുതിയപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിരുന്നു. പാട്ട് കേട്ടോ? വന്നിട്ടുണ്ട്. പാട്ട് വൺ ഓഫ് ദ സോങ്സ് മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ പേര് അമൽ. ഞാനിതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും 2 സോങ്ങും ചെയ്തിട്ടുണ്ട്.
ആയിരുന്നു. അതിന്റെ ഒരു 5 ഡിഫറെന്റ് മൂവീസ് ആണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സ്കോർസ്. ഈ ഒരു മൂവിയിലേക്ക് വന്നപ്പോ എന്ത് തോന്നി? അല്ല, ഒരു ഒറ്റ പ്രൊജക്റ്റിൽ തന്നെ ഒരു 5 ജോണേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പിന്നെ ഒരുപാട് പുതുമുളക്ക് അവസരം കൊടുത്ത സിനിമയിൽ അത് മലയാളികൾക്ക് എന്താ പറയാനുള്ളത്? ഇത് ലൈക്ക് ഇതൊരു എനിക്ക് എന്താ ഒരു ആന്തോളജി ലൈക്ക് ഒരു 5 പടം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ. ഇതിന് മുമ്പ് 5 സിനിമകൾ സിനിമ വന്നിരുന്നു പണ്ട്. അതെ അതിനുശേഷം ഒരു സിനിമ വന്ന ആദ്യമായിട്ടല്ലേ ഇത്രയും 5 കഥകൾ വരുന്നു? 5 കഥകള് അതിന് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ്. 5 കഥകളും എഴുതിയത് ഒരാൾ, 5 സിനിമാറ്റോഗ്രാഫേഴ്സ്, 3ഓളം മ്യൂസിക് ഡയറക്ടേഴ്സ്, ഒരുപാട് പുതുമുഖ ആൾക്കാർ. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചാണ്. വലിയൊരു ഒരു നല്ലൊരു സിനിമയെ വന്നു, ഞങ്ങൾ കണ്ടു, നന്നായിരുന്നു, സന്തോഷം. ഇനി എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ഫാമിലീസ് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ഫീലിങ്ങിലൂടെ പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ പ്ലീസ് കം വാച്ച് ദ മൂവി, എൻകറേജ് ദ മൂവി. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടുള്ള ഒരു സംരംഭമല്ലേ. സിനിമാ ഫീൽഡിൽ ഒരുപാട് നേരം ഉണ്ടെങ്കിലും ഫസ്റ്റിലൊരു നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. 5 കഥകൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം. പിന്നെ ഇത്രയും ആൾക്കാരുടെ ഒന്നിച്ച് കാണാമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ. വളരെ മികച്ച രീതിയിൽ തന്നെ താങ്കൾ ആ കഥാപാത്രം അവതരിപ്പിച്ചത്. വളരെ സന്തോഷമായ സന്തോഷം. പിന്നെ അത് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളത് കണ്ടില്ലേ? ഇതുപോലത്തെ സിനിമകൾ വ്യത്യസ്തമല്ലേ? 5 കഥകൾ വരുന്നത്. അതെ വളരെ റയർ ആയിട്ടല്ലേ. 5 സുന്ദരം എന്ന സിനിമയ്ക്ക് ശേഷം അതെ കേരള കഫേ ഒക്കെ അങ്ങനെ വന്ന സിനിമകളാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. അത് 5 വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറികളാണ്. അപ്പോൾ എല്ലാവരും കാണാം. സന്തോഷം. പാട്ടുകളൊക്കെ അല്ലേ? നല്ല പാട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു വന്നിട്ട്. ഡയറക്ഷൻ അതെ വ്യത്യസ്തമായിട്ടുള്ള 5 കഥകളല്ലേ. അത് പുള്ളി ഒരാളെന്നെ അതെ പല വീടുകളിലും നടക്കുന്ന പല കഥകളായിട്ടാണ്. അതുകൊണ്ട് ഒരാളെന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അത് നന്നായി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, താങ്ക്സ്. കാണേണ്ട മൂവിയാണ് 5 സൂപ്പർ. പോയി കാണണം കേട്ടോ. അത് കഴിഞ്ഞാൽ പോയി കാണണം. നൈസ്. അതിനെക്കാട്ടും രസമുണ്ട് കാണാൻ. ഇതിൽ ബംഗ്ലാവില് ലാസ്റ്റ് ആ വീട്ടിലെ വൈഫ്. ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു. ആവേശത്തിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ആക്കണം. ഒരു വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. 5 സ്റ്റോറീസും വേറെ തന്നെ ഒരു എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണണം. ഞാൻ സിനിമയിൽ ആദ്യമായിട്ടാണ്. ഈ സിനിമയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. എൻ്റെ പേര് ആദ്ര ദേവി. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഐ തിങ്ക് മൂവീൻ്റെ കാര്യത്തിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴിക്കോടത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പരിചയമുള്ളതും പരിചയമില്ലാത്തവരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ളൊരു പടമാണ്. ആൻഡ് ഐ തിങ്ക് മലയാളീസിന് ഇത് ഭയങ്കര സ്പെഷ്യൽ തന്നെയായിരിക്കും. ബിക്കോസ് നമ്മൾ ഡേ ടു ഡേ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഓരോരോ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. സാധാരണ സിനിമകളിൽ ഒറ്റ മോറലായിരിക്കും. ഇവിടെ നമുക്ക് 5 മോറൽസ് ഉണ്ട്. അതെ ആന്തോളജി മാതിരി. അതെ. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ്. ഐ ഹോപ്പ് എവറി വൺ ലൈക്സ് ദ മൂവി ബിക്കോസ് കുറേ എല്ലാവരും പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ എഫേർട്ട് ഇട്ടിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതെ പർദ എന്ന് പറഞ്ഞ മൂവിയിലാണ് അഭിനയിച്ചത്. ഷീനാണ്. താങ്ക് യു. അതെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ബിക്കോസ് ഹ്യൂജ് താങ്ക്സ് ടു ദം. ബിക്കോസ് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അവരുടെ അതെ അനിൽ സാർ എല്ലാം പറഞ്ഞുതരും നമുക്ക്. അതിന് മുന്നേ എന്താ ചെയ്യണ്ടേ, പിന്നെ എന്താ ചെയ്യണ്ടേ. എന്തോ ആദ്യം തന്നെ ഞങ്ങള് എന്താ പറയാ ഒരാഴ്ച 2-3 ആഴ്ച ഇരുന്ന് എന്തൊക്കെയാ ഓരോ സീനും എടുത്ത് അതിന്റെ ഡയലോഗ് പറഞ്ഞന്ന് അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യണ്ടേ പറഞ്ഞന്ന് എല്ലാ സ്റ്റെപ്പിലും കൂടെ ഉണ്ടായിരുന്നു. അതെ ആൻഡ് ലൈക്ക് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഐ
ഐ ജസ്റ്റ് വെന്റ് ഫോർ ഇറ്റ് ആൻഡ് നല്ല കഥയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും പിന്നെ പറയാനുണ്ടായിരുന്നില്ല. ജസ്റ്റ് വെന്റ് ഫോർ ഇറ്റ്. യാ, താങ്ക് യു. മലബാർ ടൈൽസ് ഇപ്പോഴത്തെ ഒരു സാംസ്കാരിക വൈകല്യങ്ങൾ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. പ്രത്യേകിച്ച് 5 കഥകൾ, നല്ല മെസ്സേജ് എന്ന് പറയുന്നത് ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. 5 നല്ല ഇമോഷണലി അറ്റാച്ച്മെന്റ്, നല്ല ഫീലിങ്സ് ഉള്ള പടമാണ്. ലാസ്റ്റ് ഫിലിം ഒരു ഫിലിം മാത്രമാണ് കോമഡിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രേക്ഷകർ ഒരു ക്ലൈമാക്സ് മാത്രം, ബാക്കിയുള്ള 4 നമുക്ക് ശരിക്കും ചിന്തിപ്പിക്കുന്നത്. 5ാമത്തെ ചിത്രം കോമഡിയാണ്, അതും 5 അതിൻ്റെ ഗാനങ്ങളും വ്യത്യസ്ത ഗാനങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും പിന്നെ ഡിഒപിയും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് തോന്നത്തില്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് 5 കഥകളുടെയും വിഷയങ്ങൾ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അതായത് മലബാർ ടൈൽസ് മലബാറും പശ്ചാത്തലത്തിലുള്ള കഥയാണെങ്കിലും കേരളം മൊത്തവും എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരോട് അനിൽ കുഞ്ഞിപ്പൻ എന്ന് പറയുന്ന സംവിധായകൻ വളരെ കാലമായിട്ട് ചീഫ് അസോസിയേറ്റ് ആയിട്ട് നിരവധി സംവിധായകരുടെ കൂടെയുള്ളതാണ്. ആ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ. പ്രേക്ഷകർ ഇത്തരം ചിത്രങ്ങൾ കാണണം എന്നാണ് പറയുന്നത്. നല്ലൊരു ചിത്രം കണ്ട ഒരു സന്തോഷം.